അമേരിക്കയ്ക്കും ട്രംപിനും തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം ട്രംപും അമേരിക്കയും ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. യൂറോപ്പിന് പിന്നാലെ ഇന്ത്യയും റഷ്യയും അമേരിക്കയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. ചൈന നേരത്തെ അങ്ങനെ തന്നെയാണല്ലോ. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ പൊതുവെ ലോകരാജ്യങ്ങളും അമേരിക്കൻ ജനതയും നല്ലൊരു നാളുകൾ സ്വപ്നം കണ്ടെങ്കിലും ഇപ്പോൾ പലരും ആ പ്രതീക്ഷ കൈവിട്ട അവസ്ഥയാണ്. ലോക സമാധാനത്തിന്റെ ദൂതനായാണ് ട്രംപ് വന്നതെങ്കിലും അധികാരമേറ്റ ഉടനെ അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും നേരെ തിരിഞ്ഞു. ഈ തീരുമാനങ്ങൾ അമേരിക്കൻ ജനതയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ലോകരാജ്യങ്ങളിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയത്. അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാനെടുത്ത തീരുമാനം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ കൂടുതൽ ബാധിച്ചു. അഭയാർത്ഥികളെ തിരിച്ചയക്കുന്ന രീതിയാണ് പലരുടെയും നെറ്റി ചൊളിപ്പിച്ചത്. കൈകാലുകൾ ബന്ധിച്ച് കുറ്റവാളികളെ പോലെ വിമാനങ്ങളിൽ നിറയ്ക്കുന്ന കാഴ്ച നമ്മൾ പലരും കണ്ടതാണ്. ട്രംപ് അധികാരത്തിലേറി പൊടുന്നനെ എടുത്ത രണ്ടാമത്തെ തീരുമാനമായിരുന്നു വിവിധ രാജ്യങ്ങൾക്ക് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ചുങ്കം ഉയർത്തുക എന്നത്. ആദ്യം കാനഡ, മെക്സിക്കോ, ചൈന എന്നീ രാജ്യങ്ങൾക്കാണ് അടികിട്ടിയത്. കാനഡയ്ക്കും ചൈനയ്ക്കും 10%, മെക്സിക്കോയ്ക്ക് 25%വുമാണ് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിലെ ചുങ്കം വർദ്ധിപ്പിച്ചത്. ഇതേക്കുറിച്ചുള്ള വീഡിയോ ഞാൻ വിശദമായി നേരത്തെ ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം, ഒന്ന് കണ്ടു നോക്കൂ. അമേരിക്കയുടെ ഈ തീരുമാനം കാനഡയും മെക്സിക്കോയും അമേരിക്കയ്ക്ക് നേരെ തിരിയുന്നതിനും ചൈന ഒരു പടി കൂടി കടന്ന് അമേരിക്കയുമായി ഏത് തരത്തിലുള്ള യുദ്ധത്തിനും തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തു. പിന്നീട് ട്രംപിന്റെ അമേരിക്ക ഇതേ ആയുധം യൂറോപ്യൻ യൂണിയന് നേരെയും പ്രയോഗിച്ചു. പരമ്പരാഗതമായി അമേരിക്കയുടെ ഉറ്റ സുഹൃത്തും സഖ്യകക്ഷിയുമായ ബ്രിട്ടനെയും വെറുതെ വിട്ടില്ല. ഇന്ത്യക്ക് നേരെയും ചുങ്കം ഉയർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് ഈ തീരുമാനം വൈകിപ്പിക്കുകയാണ് ഉണ്ടായത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള മുൻകൈ ലോകത്ത് പ്രതീക്ഷയുടെ നാളങ്ങൾ തെളിയിച്ചെങ്കിലും അഹങ്കാരം മൂത്ത ട്രംപ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയെ വൈറ്റ് ഹൌസിലേക്ക് ചർച്ചകൾക്ക് വിളിച്ചു വരുത്തി അപമാനിച്ച് ഇറക്കിവിട്ടു. ഇതോടെ ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് നേരെ തിരിഞ്ഞു. നേരത്തെ നാറ്റോ സഖ്യത്തിന് നൽകിയിരുന്ന അമേരിക്കൻ സഹായം പിൻവലിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം അതൃപ്തിയോടെ കണ്ടിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ ഈ പുതിയ തീരുമാനം അമേരിക്കയ്ക്ക് എതിരെ തിരിക്കുന്നതിനും കാരണമാക്കി. അപ്പോഴേക്കും റഷ്യയുമായി ചങ്ങാത്തത്തിൽ ഏർപ്പെട്ട ട്രംപ് തുടർന്ന് ഉക്രൈനുള്ള യുദ്ധ സഹായങ്ങളെല്ലാം നിർത്തിവെക്കുകയും ചെയ്തു. തുടർന്ന് റഷ്യ ഉക്രൈനിൽ കനത്ത ആക്രമണം നടത്തുകയും ചെയ്തതോടെ സെലൻസ്കിക്ക് വേറെ വഴിയില്ലാതെ വരികയും അമേരിക്കയുടെ തന്നെ കാല് പിടിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഇതിനിടയിലാണ് ട്രംപ് ഇന്ത്യയുമായി വ്യാപാര ചർച്ചകളിൽ മുഴുകുകയും ടെസ്ല കാറുകൾക്ക് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി ചുങ്കത്തിൽ പ്രത്യേകം ഇളവ് നേടിയെടുക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെ സ്പേസ് എക്സിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ഇന്ത്യയിൽ തുടങ്ങുന്നതിനു വേണ്ടി ഇന്ത്യയിലെ പ്രമുഖ മൊബൈൽ സേവന ദാതാക്കളായ എയർടെല്ലുമായും റിലയൻസ് ജിയോയുമായും കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതിനെക്കുറിച്ചും വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. ഇതിനിടയിൽ ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ചുങ്കം ഒഴിവാക്കി എന്ന ട്രംപിന്റെ പ്രസ്താവന ഇന്ത്യൻ പാർലമെന്റിൽ വലിയ ചർച്ചകൾക്കും ബഹളങ്ങൾക്കും കാരണമാകുകയും ചെയ്തു. ഇതോടെ നമ്മുടെ പ്രധാനമന്ത്രി മോഡി നേരിട്ട് വന്ന് ഇതെല്ലാം അസത്യമാണെന്നും ഇന്ത്യയുടെ കാര്യത്തിൽ അമേരിക്കയുടെ അഭിപ്രായം ആവശ്യമില്ല എന്ന് പറയേണ്ടി വരികയും ചെയ്തു. ഇന്ത്യയും മോഡിയും ഇടഞ്ഞതോടെ പിന്നീട് ട്രംപ് തന്റെ പ്രസ്താവന മയപ്പെടുത്തിയെങ്കിലും ഇന്ത്യക്ക് അമേരിക്കയോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തുന്നതിന് കാരണമായി. എന്നാൽ അമേരിക്കൻ ഭീഷണി ഭയന്ന് 30 ദിവസത്തെ വെടിനിർത്തൽ കരാറിലേർപ്പെട്ട ഉക്രൈനാകട്ടെ റഷ്യയിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിടുകയും ഉക്രൈന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും റഷ്യയുടെ കൈകളിലാവുകയും ചെയ്തു. ഇതോടെ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധവും വഷളായി. കഴിഞ്ഞ ദിവസം അമേരിക്കൻ കപ്പൽ ബ്രിട്ടനിനടുത്ത് സമുദ്രത്തിൽ ഇടിച്ചു തകർന്ന് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. അതിന്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും അതൊരു അട്ടിമറിയായിരിക്കാനാണ് സാധ്യത എന്ന് അമേരിക്ക ഇപ്പോഴും കരുതുന്നുണ്ട്. അവസാനമായി ലോകത്തിന്റെ സമാധാന ദൂതനായി കരുതിയ ട്രംപ് ലോകക്രമത്തെ തന്നെ തലകീഴായി മറിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.